ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രനെ കണ്ടിട്ട് നിഖിൽ എന്ന തട്ടിപ്പുകാരൻ കാമുകിയെ ഒതുക്കാനായിട്ട് ഹോട്ടൽ മുറിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടൽ തീരത്ത് പോയി ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ അവന്തിക പ്ലസ് നിഖിൽ എന്നുള്ള പേരൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് നോക്കി നിൽക്കുവാണ്. അതായത് തിരമാല വന്ന് ഈ പേരുകൾ എടുത്തുകൊണ്ട് പോകുന്നത് കാണാനായിട്ട്. അത് കണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആനന്ദം അങ്ങോട്ട് കയറിയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ കടന്നു പോകുന്നത്. പിന്നെ ഇന്ദ്രൻ അങ്ങ് മറന്ന് അങ്ങോട്ടങ്ങ് കിടക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് വന്ന് തിരമാല പകുതിക്ക് വന്നങ്ങ് പോയി. പിന്നെ വന്നാണ് ഇത് കയറി എടുത്തുകൊണ്ട് പോണത്. ആ സമയത്താണ് ഇന്ദ്രൻ ആഹ്ലാദം സഹിക്കാൻ പറ്റാതെ വരുന്നത്. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലവിയാണ്. പല്ലവി അവിടെ ഇരുന്ന് എന്തോ നോട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയും ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ പല്ലവി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സേതു അതുവഴി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ടിങ്ങനെ പല്ലവിയെ നോക്കുന്നു. ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ബേബി ചേച്ചി ചായ ആയിട്ട് വന്നു. ബേബി ചേച്ചി ചായ ആയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ സേതു ഇത് കണ്ടു. സേതു പതുക്കെ പോയി ഒരു ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുക, ഒരു തൂണിൻ്റെ പിറകിൽ. എന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ബേബി ചേച്ചി വാ വാ എന്നും പറഞ്ഞ് ബേബി ചേച്ചി പതുക്കെ വിളിക്കുവാണ് സേതു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് വാ എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വലിച്ച് ബേബി ചേച്ചിയും കൊണ്ട് സേതു അങ്ങ് പോയി. അപ്പോൾ എന്താ സേതു, എന്താ മോനെ കാര്യം എന്ന് ബേബി ചേച്ചി ചോദിച്ചു. കുട്ടികളുടെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക, ഈ സമയത്ത് ശല്യപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു പറഞ്ഞപ്പം രാവിലെ തൊട്ട് നട്ടം തിരിഞ്ഞ് നിൽക്കുക ടീച്ചർ. സാധാരണ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതാ, ഇന്നും മിണ്ടിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം മിണ്ടില്ല ബേബി ചേച്ചി, മിണ്ടില്ല. കുറച്ച് ദിവസത്തേക്ക് ഇനി പഴയ ശീലങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. മെലഡി ഡാർക്ക് ചോക്ലേറ്റ് അത്രമാത്രം ഉണ്ടാവുള്ളൂ എന്നൊക്കെ സേതു പറയുമ്പോൾ അതെന്താ എന്ന് ചോദിച്ചോ. അതങ്ങനെ ചേച്ചി, അങ്ങനെയാ എന്ന് വെച്ചാൽ അതൊന്നും പറയാൻ പറ്റത്തില്ല ചേച്ചി, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രഹസ്യമാണോന്ന് ബേബി ചേച്ചി ചോദിച്ചു. ആ കുറച്ച് രഹസ്യ എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കേ, ആയിക്കോ കണ്ടുപിടിച്ചോ, പക്ഷെ എന്നെ സംശയിക്കണ്ട കേട്ടോ, ഞാൻ നിരപരാധിയാണേ, കുറ്റം അങ്ങേരുടെയാ. ആരുടെ? ദൈവത്തിൻ്റെ. ഇതെന്തൊക്കെയാ സേതു കൊച്ചി പറയുന്നേ? ഇതിപ്പോൾ ഞാൻ ചേച്ചിയോട് എങ്ങനെയൊന്ന് പറയാം. EMS അല്ല PMS. EMSോ PMSോ? അതൊരു ബസ്സിൻ്റെ പേരല്ലേ? അതൊക്കെ ചേച്ചിക്ക് പതുക്കെ മനസ്സിലായിക്കോളും എന്നെ പോലെ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സേതു അവിടെ നിന്ന് പോയി. സേതു അപ്പം മുണ്ടൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു വരുമ്പോൾ പല്ലവി ഇത് കണ്ട് ഇങ്ങനെ നോക്കുക. അപ്പോഴാണ് സേതു പല്ലവി ഇരിക്കുന്ന കാര്യം ഓർത്തത്. പെട്ടെന്ന് മുണ്ട് താഴേക്ക് ഇട്ടിട്ട് സേതുവിന് എന്തെങ്കിലും തിരക്കുണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് തിരക്കൊന്നുമില്ല, എന്നാലേ സേതുവിന് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അത് പിന്നെ എനിക്ക് സേതു ഏട്ടാ വാ. അപ്പോഴേക്കും നമ്മുടെ സേതു പിന്നെ പല്ലവി പറഞ്ഞല്ലേ ചെന്നങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ സേതുവേട്ടന് കണക്ക് കൂട്ടാൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടലാണോ? അത് തീരെ അറിയില്ല എന്ന് സേതു അന്നേരം പറഞ്ഞു. മറ്റേ കണക്കാണെങ്കിൽ അറിയാം, എന്നാലേ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ സൈഡിലും ഞാൻ മാർക്കിട്ടിട്ടുണ്ട്, അത് മൊത്തത്തിലൊന്ന് കൂട്ടി ഇവിടെ ഒന്ന് എഴുതണം, പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റും, ചെയ്യാലോ എന്ന് സേതു. തെറ്റിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഒരിക്കലും തെറ്റത്തില്ല എന്ന് സേതു. അങ്ങനെ പല്ലവി പേപ്പർ അങ്ങ് എടുത്ത് കൊടുത്തിട്ട് എന്നാൽ പിന്നെ അങ്ങ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പല്ലവി ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സേതു ഇങ്ങനെ കയ്യിൽ 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കൂട്ടുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയം സേതുവിനോട് ക്ഷമിക്കണം കേട്ടോ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് മാറിപ്പോകും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊന്നോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട, സാരമില്ല, പെണ്ണായി പോയില്ലേ, സഹിച്ചല്ലേ പറ്റുള്ളൂ എന്ന് നമ്മുടെ സേതു അന്നേരം പല്ലവിയോട് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് സേതുവിന് അറിയാമോ എന്ന് പല്ലവി ചോദിച്ചു. സേതു ഇങ്ങനെ ഇരിക്കുക. അവളെ മനസ്സിലാക്കുന്ന ഒരു ആൺതുണയാണെന്നും അതാണ് അവളുടെ ജീവിതത്തിൽ വിജയമെന്നും നമ്മുടെ പല്ലവി പറഞ്ഞു. അത് പലരുടെ ജീവിതത്തിലും ഇല്ല. വേറൊന്നും വേണ്ട, സ്നേഹത്തോടെ ഒരു വാക്ക്, സുഖല്ലേ എന്നൊരു അന്വേഷണം, ഒരു ചേർത്ത് പിടിക്കൽ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് മതിയെന്നൊക്കെ പറയുന്നു. ഇതൊന്നും സ്ത്രീകൾക്ക് എവിടുന്നും കിട്ടാറില്ല എന്നൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ പറയാം. പകരം കിട്ടുന്നത് എന്താണെന്നറിയോ? അവജ്ഞ, കുറ്റപ്പെടുത്തൽ, അവഗണന, വഴക്ക്, അങ്ങനെ ഓരോന്നൊക്കെയാണെന്നൊക്കെ പറയണം. സേതു ഇതൊക്കെ കേട്ടുണ്ടെങ്കിൽ ഇരിക്കാം. പാവ സ്ത്രീകൾ എല്ലാം അനുഭവിക്കണം, അതെല്ലാം അവരുടെ വിധിയാണെന്ന് കരുതി പലരും സഹിക്കും. അപ്പം ഞാൻ അങ്ങനെ ഒരാളല്ല കേട്ടോ ഒന്ന് സേതു അന്നേരം പറയുമ്പോൾ. അതെനിക്കറിയാം സേതു കേട്ടാ, അതുകൊണ്ടാണല്ലോ എനിക്ക് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊണ്ട് തന്നതെന്ന് നമ്മുടെ പല്ലവി അന്നേരം പറഞ്ഞു. ഈ സമയത്ത് കൂടെ നിൽക്കുന്ന ആണിനെ ഒരു സ്ത്രീയും മറക്കില്ല, ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മുടെ പല്ലവിയെ നോക്കുക സേതു. എന്നാൽ നല്ല ക്ഷീണം, ഞാൻ ഒന്ന് കിടക്കട്ടെ, സേതുവേട്ടൻ ഇത് മുഴുവൻ ടോട്ടൽ ചെയ്തിട്ട് പോകാളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി അതും പറഞ്ഞ് അവിടുന്ന് പോകുക കേട്ടോ. എന്നിട്ട് പിന്നെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞങ്ങ് പോയി. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സേതു ഇരുന്ന് മാർക്കിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്
എന്നാലും ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്തോ, നോക്കി വെച്ചിരിക്കുന്നതിനൊക്കെ മാർക്കിടണ്ട ഞാൻ എന്നും പറഞ്ഞൊക്കെ സേതു ഇങ്ങനെ ഇരിക്കും അവിടെ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കും നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസാണ്. പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് ഒരാൾ കയറി വരുന്നു. അയാളാണെങ്കിൽ അയാൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള സെക്ഷൻ ചോദിച്ചു. അയാൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് അങ്ങ് ചെല്ലുന്നത്. അപ്പോൾ കുറേ ചേച്ചിമാരുണ്ട്. അപ്പോൾ എന്താ സാറേ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിങ്ങടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കയറി ഒരു സാരി അങ്ങൊരു ചേച്ചിയെ കൊണ്ട് എടുപ്പിച്ചു. അപ്പോൾ ഒന്ന് ദേഹത്ത് വെച്ച് കാണിച്ച മോള് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ദേഹത്ത് വെച്ച് കാണിച്ചേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ ദേഹത്ത് കയറി പിടിക്കാനായിട്ട് ഇയാൾ ചെല്ലുക. അപ്പോൾ അങ്ങനെ താൻ എന്താടാ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും കസ്റ്റമറോട് മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞ് ഈ ചേച്ചിയോട് ദേഷ്യപ്പെടും. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഋതിക വന്നു. എന്താ എവിടെയും ചോദിച്ചു. എന്താണെന്നറിയാൻ നമ്മളാരാണാവോ എന്ന് ഇയാൾ ഋതികയോട് ചോദിച്ചു. അപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, താൻ എന്തിനാ ഈ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയതെന്ന് ഋതിക ചോദിച്ചു. വൃത്തികേട് കാണിച്ചാലേ എന്നാൽ അടി മേടിക്കും താനെന്ന് പറയുമോ നമ്മുടെ ഋതിക. അപ്പോൾ എന്നാൽ അടിക്കടി, ധൈര്യം കൊണ്ട് അടിക്കടി എന്ന് ഇയാൾ ഋതികയോട് പറഞ്ഞു. അപ്പോൾ ഋതിക കയറി അടിക്കാൻ നോക്കി. അപ്പോഴേക്കും ഇവൻ കയറി കയ്യെ പിടിച്ചു. ഒരുപാട് ഷോ ഇറക്കല്ലേ മോളെ, നിലത്ത് നിന്നില്ലെങ്കിലേ നീ വിവരം അറിയൂ എന്നൊക്കെ ഋതികയോട് പറയാം. അപ്പോൾ വിടടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതിക അപ്പം മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞുകൊണ്ട് അവിടെയുള്ളൊരു സ്റ്റാഫുകൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് വരുന്നതും ഇത് കാണുന്നതും. കുറുപ്പമ്മാവൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് എന്താടാ കാണിക്കുന്നത്, വിടടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താടോ ഇവിടെയെന്ന് ചോദിച്ചപ്പം കുറുപ്പമ്മാവൻ ഇതിൽ ഇടപെടണ്ട, ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു ഋതിക. പിന്നെ പോലീസ് ജയിലുറ കണ്ടവനാടി ഞാൻ, പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഋതികയോട് ചൂടാവുക. സാരി വാങ്ങിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഞാൻ പോകുമെന്നൊക്കെ ഇവനിങ്ങനെ പറയുക. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ പെണ്ണിനോട് താടി സാരി എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിച്ച് ഇങ്ങനെ വാങ്ങിച്ചു. അതും മേടിച്ച് ഇയാൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് പോക്കിന് നമുക്ക് കാണാടി എന്ന് പറഞ്ഞാൽ ഋതികയെ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ കുറുപ്പമ്മാവൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഋതികയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ മോൾ എന്തിനാ ഇവനോടൊക്കെ തട്ടിക്കയറാൻ പോകുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ പേര് കേട്ടൊരു ക്രിമിനൽ അയാളെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ കുറുപ്പമ്മാവ, അയാൾ കാണിക്കുന്ന തോന്നിവാസം മുഴുവനും നമ്മളെന്താ സഹിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചു ഋതു. മോളെ, ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്. ഇവിടെ പല തരക്കാരും പല സ്വഭാവക്കാരും ഒക്കെ വരും. അവരോടൊക്കെ വഴക്കുണ്ടാക്കാൻ നിന്നാലേ അതിനെ പിന്നെ നമുക്ക് നേരം കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിലിടപെടാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? പക്ഷെ നമ്മൾ കുറച്ചുകൂടി ക്ഷമ കാണിക്കണമെന്നൊക്കെ പറഞ്ഞങ്ങനെ ഋതികയോട് പറഞ്ഞു കൊടുക്കാം. വിഷയങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ സ്ഥാപനം തകരാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ മോശമായി പെരുമാറുന്നവരോട് ഇതേ നാണയത്തിൽ തന്നെ പെരുമാറാൻ പറ്റുള്ളൂ കുറുപ്പമ്മാവ. പിന്നെ വൃത്തികേട് കാണിക്കുന്നവരോട് ഒരു ദയയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് ഋതിക കുറുപ്പമ്മാവനോട് പറയാം. അതിൻ്റെ പേരിൽ എൻ്റെ സ്ഥാപനം പൂട്ടിപ്പോവുകയാണെങ്കിൽ പൂട്ടിപ്പോയിക്കോട്ടെ എന്നൊക്കെ ഋതിക ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞ ഋതു അവിടെ നിന്ന് അങ്ങ് പോയി. കുറുപ്പമ്മാവൻ എന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി അവർ വീട്ടിൽ തറവാട്ടിലിരുന്ന് സ്വാതി, അച്ചു അതുപോലെ ഋതികയൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. വാഴക്കൂമ്പിൻ്റെ കളറുള്ള സാരി അതാണ് എൻ്റെ മനസ്സിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിലും നല്ലതായിരിക്കും, അല്ലെങ്കിൽ പീക്കോക്ക് കളർ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് സ്വാതി. ഈ തഞ്ചാവൂരിൽ നിന്ന് പട്ടുസാരി തയ്ക്കുന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്നിട്ട് ഇവിടെ ഇരുത്തി തയ്പ്പിക്കാം എന്നൊക്കെ അച്ചു പറയുക കേട്ടോ. അച്ചുവിനോട് നമ്മുടെ ഋതിക പറയാം, അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്പ്പിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അച്ചുവിനും എടുക്കുന്ന ഡ്രസ്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അച്ചു നീ എന്തൊന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അച്ഛൻ പോയിട്ട് അധികം നാളായിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ എന്നൊക്കെ അച്ചു പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ലേ ചേച്ചി ഇതുപോലത്തുള്ള ചടങ്ങുകളൊക്കെ നടക്കൂ, അത് നമ്മൾ പരമാവധി ഭംഗിയായിട്ട് നടത്തണ്ടേ എന്നൊക്കെ സ്വാതി ചോദിക്കുവാണേ. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മളുടെ 3 പേരുടെയും കല്യാണമെന്ന് ഋതിക. നന്നായിട്ട് നടത്തിയാലേ അച്ഛൻ്റെ ആത്മാവിന് സന്തോഷമാവുള്ളൂ എന്നൊക്കെ നമ്മുടെ ഋതു അന്നേരം പറയാം. അപ്പം എന്ത് വേണമെങ്കിലും ചെയ്തോ, ചെയ്യുന്നത് സേതുവേട്ടനോടും കൂടി ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സേതുവേട്ടനല്ല ഞാനാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് ഋതിക. ഒരു സേതുവേട്ടൻ വന്നിരിക്കുന്നു എന്ന് മുതലാടി ഈ ഏട്ടൻ ഉണ്ടായത്. അപ്പോൾ എനിക്കറിയാം ഈ കല്യാണം എങ്ങനെ നടത്തണമെന്നുള്ളത്, അതുപോലെ നടത്തൂ. എൻ്റെ കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കുന്നത്, കൂടെ നിന്നോളണം. സേതു വെറും കാഴ്ചക്കാരനായിട്ട് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് മാധവ മേനോൻ്റെയും പൂർണിമയുടെയും മക്കൾക്ക് പുറത്തുനിന്ന് ആരുടെയും സഹായത്തിൻ്റെയും യാതൊരു ആവശ്യവും വേണ്ട. അത് വേണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. സേതു വന്നിരിക്കുന്നു, സേതു അയാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ആ പെണ്ണും അങ്ങേരും സകലരും ഞാൻ നടത്തുന്ന കല്യാണം കണ്ട് ഞെട്ടിക്കും ഞാൻ, അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറങ്ങി വാടി എന്നും പറഞ്ഞ് പുറത്തുനിന്നൊരു ശബ്ദം. അപ്പോഴേക്കും 4 വാടി നോക്കുക, രാത്രി പെരക്കകത്ത് കയറി ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ശബ്ദം കേൾക്കുക. പുറത്തുനിന്ന് വാതിലയിലൊക്കെ ആഞ്ഞടിക്കുക. അപ്പോഴത്തേക്ക് ഋതിക ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ വാ നോക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ സ്വാതിയും
അച്ചുവും പിന്നാലെ പോയി. അപ്പോഴേക്കും നമ്മുടെ പൂർണിമയും അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ, ഈ ശബ്ദം കേട്ടോണ്ട്. അപ്പോൾ ഇങ്ങനെ ശബ്ദം കേട്ടപ്പോൾ ഇത് എന്താണെന്ന് ഇവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. ഇവരന്നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ വേണ്ട നിങ്ങളാരും പുറത്തേക്ക് പോകണ്ട, ക്രിമിനൽസ് ആണെന്നാണ് തോന്നുന്നത് വെളിയിൽ നിന്നൊക്കെ പൂർണിമ പറയും. ഇറങ്ങി പോകാൻ നോക്കിയ ഋതുവിനെ തടഞ്ഞ. അപ്പോൾ ഇറങ്ങി വാടി, അല്ലെങ്കിൽ ഡോറ് തല്ലി പൊളിക്കുമെന്നൊക്കെ പറഞ്ഞു ഇവന്മാർ വെച്ച് വെക്കുമ്പോൾ അവന്മാർ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുക എനിക്ക് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് ഋതു ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് വേറെ ആരുമല്ല, രാവിലെ വന്ന ഋതികയോട് കടയിൽ വെച്ച് മോശമായി പെരുമാറി അവന്മാരായിരുന്നു. അവന്മാർ ഇടിച്ചു കയറി ഇങ്ങനെ വരുക. അപ്പം നീ ഇവിടെ ഉണ്ടായിരുന്നോ അടി എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഋതു ചോദിച്ചു. അപ്പോഴേക്കും എനിക്ക് ഈ സാരി വേണ്ട, ഇത് കൊള്ളുകയല്ല, ഇത് തിരിച്ചെടുത്തിട്ടേ എനിക്ക് കാശും കൊണ്ട് തരാൻ പറഞ്ഞു. അപ്പോൾ എക്സ്ചേഞ്ച് ഒക്കെ കടയിൽ ഇത് എൻ്റെ വീടാണെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഇയാൾ പറയുക. എനിക്ക് ഇപ്പം തന്നെ എൻ്റെ കാശ് വേണമെന്ന് പറഞ്ഞു, എൻ്റെ സാരിയുടെ കാശ് താടിയെന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പലതും ചെയ്യും, പലതും. അപ്പം തന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഋതു ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവൻ ഫോൺ മേടിച്ച ഒരു ഒറ്റ അപ്പോഴേക്കും നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എന്താടാ ഇവിടെ എന്നും ചോദിച്ച്. നീ പോലീസിനെ വിളിക്കുമോടി, ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ലേടി എന്നും ചോദിച്ച്. ഇത് നമ്മൾ തമ്മിൽ തീർക്കാമെന്നൊക്കെ ഋതുവിനോട് ഇവൻ പറയുന്നു. അപ്പോൾ എന്തുവാടി നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, കാശെടുത്തോണ്ട് വാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരിങ്ങനെ ഋതുവിനോട് പറയുന്നു. അപ്പോൾ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ തോന്നിവാസം കാണിക്കുകയാണെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന്. പോയില്ല നീ എന്ത് ചെയ്യൂടി, നീ എനക്കറി പേടിപ്പിക്കല്ലേ, രണ്ടിലൊന്ന് തീരുമാനിക്കാൻ വേണ്ടി തന്നെയാടി ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ നീ അനുഭവിച്ചോളാൻ പറഞ്ഞു പല്ലവി. സാരിയുടെ കാശ് കിട്ടാതെ പോകണം, പ്രശ്നമില്ല, മരയ്ക്ക് കാശ് എടുത്ത് അടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇവൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സേതു അവിടെ തട്ടുകടയിൽ ഇരിക്കുക. അങ്ങനെ തട്ടുകടയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പല്ലവി ഇതെല്ലാം വീഡിയോ കോൾ വിളിച്ച് നമ്മുടെ സേതുവിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ സേതു വീഡിയോ കോൾ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എടാ പല്ലവിയാടാ വീഡിയോ കോൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എടുക്ക് കാണാനുള്ള കൊതി കൊണ്ട് വിളിക്കുന്നതാണെന്ന് ഹരി. അല്ല എടുത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ. അങ്ങനെ ഇത് മുഴുവൻ നമ്മുടെ സേതുവിനെ കാണിച്ചു കൊടുക്കുക പല്ലവി. ഇവനാണെങ്കിൽ അവിടെ കിടന്ന്, അതായത് ഈ വന്ന ഗുണ്ട അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ സേതു ഇവരോട് പറഞ്ഞു അവിടെ പ്രശ്നമുണ്ടെന്ന്. ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ പല്ലവി ഇതെല്ലാം കാണിച്ചു കൊടുത്ത് അവിടെ നിൽക്കുമല്ലേ. അപ്പോൾ ഋതികയും അതുപോലെ സ്വാതിയും പൂർണിമയും അച്ചുവും ഒക്കെ പേടിച്ചു വിറച്ചാണ് നിൽക്കുന്നത്. എങ്കിലും ഒരു വലിയ പേടിയൊന്നും ഋതികയുടെ മുഖത്ത് കാണാനുമില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതു ഹരിയും കൂട്ടി പറന്ന് അങ്ങോട്ടേക്ക് പോണത് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലത്തെ ഒരു പണിയൊക്കെ. എന്നിട്ട് പിന്നെ അവന്മാർ കുപ്പിയും അതുപോലെ തന്നെ ബ്രാണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ മുഖത്തേക്ക് വെച്ചിട്ട് ഇത് കുടിക്കടി, ഇത് അടിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരോട് ഇങ്ങനെ കാണിക്കുക. എന്താണ് നിന്റെ നാവറങ്ങി പോയോടി എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ പേടിക്കണ്ട, സേതുവേട്ടൻ ഇപ്പോൾ വന്നോളും എന്ന് നമ്മുടെ പല്ലവി അവരോട് പറയുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണോടി, എന്താണ് നീ കിടന്ന് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പല്ലവിയോട് ഇവന്മാർ ദേഷ്യപ്പെടുക. അപ്പോൾ പല്ലവി ഒന്നുമില്ലാണ്ട് നിൽക്കാം. നിൻ്റെയൊക്കെ അഹങ്കാരത്തിന് തിരിച്ചടി തരാൻ പറ്റിയ ഒരുത്തൻ താമസിക്കുന്ന വീടാടാ ഇത്, ആ ആളിപ്പോൾ ഇവിടെ എത്തിക്കോളും. അതും പറഞ്ഞ് നമ്മുടെ പല്ലവി നിൽക്കുമ്പോൾ എന്നാൽ വരാൻ പറയടി, അവനോട് വരാൻ വന്നാലേ അവരുടെ ഡെഡ് ബോഡിയെ നീയൊക്കെ കാണാൻ പോണത്. അത് നമുക്ക് കാണാടാ നമ്മുടെ പല്ലവിയും പറഞ്ഞു. ഇവന്മാരെന്നിട്ട് ഇങ്ങനെ ഇവരെ അടിമുടി നോക്കി ഇവരുടെ ദേഹത്തൊക്കെ കൈവയ്ക്കാൻ നോക്കും. അപ്പോഴത്തേക്കും പല്ലവി ഇടയ്ക്ക് കയറി ഇത് തടയും കേട്ടോ, ദേഹത്ത് തൊടരുതെന്നും പറഞ്ഞു. അപ്പോഴേക്കും ഇവനെ തല്ലാനായിട്ട് നമ്മുടെ പല്ലവി കൈ ഓങ്ങിയപ്പോൾ പല്ലവിയുടെ കൈക്ക് കയറി പിടിച്ചു ഇവൻ. പിന്നെ അങ്ങോട്ടും ഒന്നും വലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ വിടുന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞു തീർന്നില്ല, നമ്മുടെ സേതു ആശാൻ ഇങ്ങോട്ട് വന്നങ്ങ് നിന്നിട്ട് ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഇങ്ങോട്ട് പാടാമെന്നും പറഞ്ഞ് സേതുമാരെ വെല്ലുവിളിക്കുക. നമ്മുടെ ഹരിയുണ്ട് കൂട്ടത്തിൽ. സേതുവിനെ കണ്ടപ്പോഴത്തേക്കും പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ വിട്ടിട്ട് നേരെ സേതുവിൻ്റെ അടുത്തേക്ക് വന്നു. ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കാനായിട്ട് തുടങ്ങി ഈ വന്ന ഗുണ്ട അല്ലെങ്കിൽ ഈ കള്ളുകൂടിയും നമ്മുടെ സേതുവിൻ്റെ നേരെ. സേതു കയ്യിൽ കയറി ഒരു പിടുത്തം പിടിച്ചിട്ട് ഒറ്റ തിരിക്കലും ഒടിക്കലും ആയിരുന്നു. പിന്നെ വന്നവന്മാരെയൊക്കെ ചൂണ്ടാണി വിരലിലിട്ട് കറക്കി എന്ന് പറയുന്നത് പോലെ ഇടിച്ച് തകർത്തവന്മാരുടെ പരിപ്പിളക്കിയാണ് നമ്മുടെ സേതു അവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ട ഋതികയും അതുപോലെ തന്നെ സ്വാതിയും അച്ചുവും പൂർണിമയും അതുപോലെ തന്നെ പല്ലവിയും ഞെട്ടി വിറച്ചിങ്ങനെ അവിടെ നിൽക്കുക. സേതുവിൻ്റെ അക്കാര്യത്തിന് മുന്നേ ഋതിക ശരിക്കും പേടിച്ച് അവനെയൊക്കെ വിരലിലിട്ട് ഇങ്ങനെ കറക്കി ജീവനും കൊണ്ട് അവന്മാർ ഓടടാ ഇവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് സേതു പറഞ്ഞ് തീർന്നില്ല. വാടാന്നും പറഞ്ഞ് കൂടെ ഉള്ളവന്മാരെയും വിളിച്ചുകൊണ്ട് ഇവൻ ജീവനും കൊണ്ട് അങ്ങ് പറന്നുപോയി. അപ്പോൾ ഇവനെ തൂക്കിയെടുത്തേക്ക് എറാ എന്നും പറഞ്ഞുകൊണ്ട് ഹരിയോട് പറയുക. അങ്ങനെ ഹരിക്ക് പറ്റിയത് പാവം ഹരിയും കൊടുത്തു വിട്ടാൽ കുറേ. അങ്ങനെ ഇടിയും തൊഴിയും ചവിട്ടും കുത്തും എല്ലാം കഴിഞ്ഞ് അവന്മാരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഋതികയും അതുപോലെ തന്നെ സ്വാതിയും അച്ചും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സേതു അനിയത്തിമാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അനിയത്തിമാരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പോഴും ഋതിക ഇങ്ങനെ തോളുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടിച്ചുകൊണ്ട് നിൽക്കുക, കാരണം ഇഷ്ടമല്ലാത്തതിൻ്റെ ഒരു ഇതിൽ. അങ്ങനെ അനിയത്തിമാരെ ചേർത്ത് പിടിച്ച് നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുമ്പോൾ പൂർണിമയുടെയും പല്ലവിയുടെയും ആ ഒരിത്. അപ്പോൾ പൊന്നുമടത്തിൽ മാധവമേനോനെ മരിച്ചിട്ടുള്ളൂ, സേതുമാധവനുണ്ട് എന്ന് നമ്മുടെ സേതു പറയുക കേട്ടോ. അച്ഛനായും
ഏട്ടനായും എല്ലാം ഇവിടെ ഞാനുണ്ട് എന്ന് അനിയത്തിമാരോട് പറയുന്നു. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാവുന്ന, നിങ്ങളെ ആരും ഒന്നും നുള്ളി നോവിക്കില്ല, ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ ഇവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുക. അങ്ങനെ ഏട്ടൻ്റെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് കണ്ട് നമ്മുടെ പല്ലവിയുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ പൂർണ്ണിമയുടെയും അച്ചുവിൻ്റെയും. മറ്റു രണ്ടുപേർക്കും പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല, രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ തന്നെ അവിടെ നിൽക്കുന്നത്. എന്തായാലും അതും കഴിഞ്ഞ് നമ്മുടെ സേതു അകത്തേക്ക് കയറിപ്പോയി. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഹരിയും അകത്തേക്ക് കയറിപ്പോയി. ഹരിയും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരും പിന്നാലെ കയറിപ്പോയി. അപ്പോൾ അകത്ത് കയറി ചെന്നിട്ട് നമ്മുടെ സേതു കുറേ വെള്ളം എടുത്ത് അങ്ങ് കുടിക്കുന്നു. അപ്പോൾ ഒന്നും അല്ലാത്തതുപോലെ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുമല്ലേ. ആ സമയത്ത് നമ്മുടെ സേതുവിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ട് പൂർണ്ണിമയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. പൂർണ്ണിമ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നേരെ അവിടെ നിൽക്കുകയാണ്. അവന്മാരുടെ പിറകിൽ ആരോ ഉണ്ടെന്നും അല്ലെങ്കിൽ അത്ര ധൈര്യത്തിൽ അവന്മാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല എന്നും നമ്മുടെ സേതു പറയാം. അപ്പം ലക്ഷ്യം നിങ്ങളല്ല മറ്റെന്തോ ആണെന്ന് നമ്മുടെ സേതു പറഞ്ഞു. എന്തായാലും കുറേ നാളായി നല്ലൊരു തല്ല് നടത്തിയിട്ട് അവന്മാർ കാരണം അത് ഇന്ന് സാധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഹരി പറഞ്ഞപ്പോൾ നിൻ്റെ പറച്ചിലായിട്ട് തോന്നുമല്ലോ തല്ലാണ് നമ്മുടെ മുഖ്യ തൊഴിലെന്ന് പറഞ്ഞാൽ സേതു പറയുമ്പോൾ അല്ല വേണ്ടി വന്നാൽ അതും ചെയ്യല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ ഹരി ഇങ്ങനെ സേതുവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സേതു ഇങ്ങനെ പെങ്ങന്മാരുടെ അടുത്തേക്ക് ചെല്ലുക. അതെ, ഒരു പ്രശ്നം വന്നാൽ അതെന്നെ അറിയിക്കണം. എന്താ അത് ചെയ്യാതിരുന്നത് എന്ന് സേതു ഇങ്ങനെ ഋതികയോട് ചോദിക്കുക. ഋതികയുടെ ഉത്തരം മുട്ടിപ്പോയി. ഋതിക ഇങ്ങനൊന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക. പല്ലവിയുടെ കോള് വന്നില്ലായിരുന്നെങ്കിൽ അവന്മാരിവിടെ കയറി ഞെരങ്ങിയിട്ട് പോകുമായിരുന്നില്ലേ എന്ന് നമ്മുടെ സേതു ചോദിച്ചു ഋതികയോട്. ഋതിക ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അങ്ങനെ ഋതിക എന്ന് പറയുന്ന അനിയത്തിയുടെ മുട്ട് നിലത്ത് കുത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തല നിലത്ത് കുത്തിച്ചിരിക്കുന്നു നമ്മുടെ സേതു. കയറി വന്നവന്മാരെ ചൂണ്ടാണി വിരലിൽ കറക്കി നമ്മുടെ സേതു പുറത്തെറിഞ്ഞപ്പോൾ ആ വല്യേട്ടൻ്റെ മഹത്വം അല്ലെങ്കിൽ വലിയേട്ടൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി ഋതിക അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.